ആ സമയമാണ്. അപ്പൊ എല്ലാവർക്കും എത്താവുന്ന ഒരു ടൈം തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. സെക്കൻഡ്ലി അവനെ ദൂരം നിന്ന് വരണല്ലോ, അവനെ അകലെന്ന് വരണല്ലോ, പിന്നെ അവന്റെ ജോലി നമുക്ക് അറിയണം, കുറച്ച് തിരക്കുള്ളതാണ്. അതല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഞാൻ വരുന്ന നിമിഷം എല്ലാവരും ഉൾപ്പെടുത്താനുള്ളത് കാര്യം അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മളിവിടെ കമ്മിറ്റി ഫോം ചെയ്താലും നേരത്തെ ഷാനിബ് സാർ സംസാരിക്കുന്ന കമ്മിറ്റി പറഞ്ഞു, അതായത് ദോഹയിൽ ആക്റ്റീവായിട്ട് മലയാളികൾ ആക്റ്റീവായിട്ടുള്ള ഒരു 10-25 സംഘടന ഭയങ്കര ആക്റ്റീവായിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ട് 100 മേലുണ്ട് മലയാളികളുടെ സംഘടന. ആ കമ്മിറ്റീസും ഫോർമുലേഷൻസും ഒക്കെ തുടങ്ങുമ്പോൾ 10 ആളോ 5 ആളോ കൂടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഇതൊരു സ്റ്റാർട്ടിങ് ആവട്ടെ. പിന്നെ ഇനീഷ്യേറ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ പരിപാടി അവതരിപ്പിച്ച ഗായ്സ് ഫസ്റ്റ് മീറ്റിംഗിൽ പറഞ്ഞു അവതാരകൻ ഞാനാണ് എന്ന് പറഞ്ഞു. ഞാനത് വിമർശിക്കില്ല. ഞാനതിന് ശരിക്കും അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. കാരണം അവരെ ഇനിഷ്യേറ്റീവ് എടുത്തത് പറഞ്ഞു. അതുപോലെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർ നമ്മളെ കൂട്ടത്തിലില്ല. ഇപ്പൊ നന്ദി പറയാനുള്ള ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ പരിപാടി ദോഹയിൽ ഇന്ന് നടന്നത് പൃഥ്വി ദോഹയിൽ വന്നുകൊണ്ട് മാസം 2 മാസമായി പൃഥ്വി ദോഹയിൽ. അപ്പോ ദോഹയിൽ പൃഥ്വി വന്നിട്ടില്ലെങ്കിൽ ഈ പരിപാടികൾ നടക്കില്ല. കാരണം പലരും ഇതിന് മുമ്പുള്ളവരോടുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനോ ഇതാനോട് ഒരു പ്ലാൻ ഉണ്ടായിട്ടില്ല. നേരത്തെ പൃഥ്വി സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഫേസ്ബുക്കിന് നന്നായി പറഞ്ഞു, അതുപോലെ ഫേസ്ബുക്ക് UA ആലമനി ഇതൊക്കെ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഇതാണ് ബേസിക് ഫാക്ട്. പൃഥ്വിയാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഇൻട്രസ്റ്റ് എടുത്ത് ഇറങ്ങിയത് ഗായ്സ്, സുഹീർ, ഓക്കെ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒരുപാട് ആളെ മിസ് ചെയ്തു, സെക്കീർ, ഓക്കെ, അവരുടെ ഒക്കെ ഒരു അധ്വാനമാണ് ജസ്റ്റ് ഈ പരിപാടി. അപ്പൊ ഫസ്റ്റ് ഇവർക്കാണ് നന്ദി പറയുന്നത്. സെക്കൻഡ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും, ഓക്കെ, ഇവിടെ വരാത്തവർക്ക് ഇതൊരു വലിയ നഷ്ടമാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും ഒഴിവാക്കിയിട്ട് ഒരു കാര്യമുണ്ട്, ഓക്കെ, എല്ലാവരും ഒഴിവാക്കിയിട്ട് ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ പേയ്മെന്റ് ഒരു കോൺട്രിബ്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും. 75 അല്ലെങ്കിൽ 50 to 75 റിയാൽസ് പെർഹെഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. തരാൻ താല്പര്യമുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ പൃഥ്വി പേ ചെയ്യാതെ പൃഥ്വി റെഡീം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ റെഡീമിന്റെ ടിക്കറ്റ് ഇവിടെ പണയം വെക്കാനാവും. ഇല്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം. എക്സ്പെക്ട് ചെയ്യുന്നത് ഇനീഷ്യേറ്റീവ് എടുത്ത് ആരെങ്കിലും വന്ന് സംസാരിക്കും. ഇപ്പോ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. സുഹീമിനെ ഞാൻ വിളിക്കാന്ന് വെച്ചു. സുഹീം അവിടെ ഇരുന്നിട്ട് കൈയും കാലൊക്കെ കാണിക്കും. ഞാൻ ഇല്ല, താഴെ എങ്ങനെ കാണിച്ചെങ്ങനെ. റംഷിനെ വിളിച്ചാൽ അതെന്നെ കാണിക്കും. സാഹിർ വരും, പ്ലീസ്. ഓരോരുത്തരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് വരും. അതായിരിക്കും ബെറ്റർ. ഞാൻ പേരൊക്കെ ഏൽപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതായത് ഞങ്ങള് ഇവിടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടെമ്പററി കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഓക്കെ, ഈ പരിപാടി നടക്കുന്നതോടുകൂടി കമ്പനി ഇത് കഴിയണം, വാലിഡിറ്റി കഴിയണം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോപ്പർ ആലുമിനി കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോ അത് ഈ മീറ്റിങ്ങിലല്ല, ഇൻഷാ അല്ലാ റമദാനിന് ശേഷം ഫസ്റ്റോ സെക്കൻഡ് ഫ്രൈഡേ, എന്താ സെക്കൻഡ് ഫ്രൈഡേ എല്ലാവർക്കും സൗകര്യം പോലെ നിങ്ങളിൽ ആർക്കൊക്കെ വോളണ്ടിയർ ചെയ്യാൻ തയ്യാറുണ്ടോ അവരെല്ലാവരും ഒന്ന് ഇവിടെ പേര് തരികയാണെങ്കിൽ, പേര് ടെലിഫോൺ നമ്പർ തരികയാണെങ്കിൽ എല്ലാവർക്കും വിളിക്കുന്നത് ഫസ്റ്റോ സെക്കൻഡോ ഫ്രൈഡേ റമദാനിന് ശേഷം ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവിടെ നമുക്കൊരു പ്രോപ്പർ കമ്മിറ്റി രൂപവൽക്കരിക്കുന്നുണ്ട്. വോട്ടിംഗ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ടോ രൂപവൽക്കരിക്കണം. ഫോർ നെക്സ്റ്റ് 3 to 5 years ആ കമ്മിറ്റി ആയിരിക്കും ഇൻചാർജ് ഉണ്ടാവുക. സോ എല്ലാവരും ആ മീറ്റിംഗിൽ വരണം എന്നാണ് ഞാൻ ഇതാക്കി പറയുന്നത്. ഇൻഷാ അല്ലാ അപ്പൊ അതിലേക്ക് ഇതിൽ പേര് തരണം. നിങ്ങൾ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. അത് കൂടാതെ തന്നെ വോളണ്ടിയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. കാരണം ഈ കമ്മിറ്റി എന്ന് പറയുന്നത് മാക്സിമം പ്രവർത്തിക്കാനും ഇനീഷ്യേറ്റീവ് എടുക്കാനും, ഗായസിനെ പോലെ ജോയിനെ പോലെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറുള്ള ആൾക്കാർ കമ്മിറ്റിയിൽ ഉണ്ടായാലാണ് നമുക്ക് ഇതിന് ഫ്യൂച്ചർ ഉള്ളൂ. അതല്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റിവ്യൂ എല്ലാവരും വിളിക്കണം, അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലാതെ ഇനീഷ്യേറ്റീവ് ഉള്ള ആൾക്കാർ വരണം, താല്പര്യം എടുക്കണം. ഇൻഷാ അല്ലാ. എൻ്റെ പേര് സാഹിർ. 2003-2006 ബാച്ച് ബികോം ഉണ്ടായിരുന്നു മദറിൽ.
ഇവിടെ ഇപ്പോൾ അൽമാനയിൽ വർക്ക് ചെയ്യുന്നു. 5 വർഷമായി ഇപ്പോൾ ഖത്തറിൽ. ഒരു കാര്യം പറയാൻ പറ്റുപോയി. നമ്മള് വെയിറ്റിംഗ് ഷെഡിന്റെ കാര്യം പറഞ്ഞല്ലോ. പുതിയത് വന്ന് അതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം വന്നവർക്ക് പറയാം, നമ്മള് അലുമിനിയുടെ പ്രകാരം ഒരു വെയിറ്റിംഗ് ഷെഡ് ഇൻ മെമ്മറി ഓഫ് നമ്മുടെ those who went away from us, നമ്മളെ നിന്ന് വിട്ടുപോയ 4 പേർക്ക് വേണ്ടി, അവരുടെ സ്മരണയ്ക്ക് വേണ്ടി നമ്മുടെ അലുമിനി കൂടിയിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാൻ ഉദ്ദേശിച്ചു കോളേജിന്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പിൽ. പിന്നെ ഒരു 2 സ്റ്റുഡൻസിനെ നമ്മൾ പെർ ഇയർ സ്പോൺസർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഫീസിന്റെ എല്ലാം നമ്മൾ ചെലവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു പ്ലേസ്മെന്റ് സെല്ല് രൂപീകരിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അത് ഈസിയാണ്, വളരെ ഈസിയാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് അറിയുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അതിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഈ വെയിറ്റിംഗ് ഫസ്റ്റ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പ് നമ്മുടെ വെയിറ്റിംഗ് ഷെഡിന്റെയാണ്. ഈ വെയിറ്റിംഗ് ഷെഡിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക ഞാൻ പറഞ്ഞു, ഒരു പെർ മന്ത് ഒരു 10 റിയാലോ, നമുക്ക് നിർബന്ധമില്ല, ആരും നിർബന്ധമില്ല. അവരുടെ ഓർമ്മകളുള്ളവർക്കും അവരുടെ സ്നേഹം മനസ്സിലാക്കിയവർക്കും മാത്രം നൽകാവുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡ് നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ കളക്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. വെയിറ്റിംഗ് ഷെഡ് എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് പണിയാമെന്ന് പറയാൻ പറ്റില്ല. ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്, ഒരു 2 or 3 months. ആ 3 months നമുക്കത് ചെയ്യണം. അപ്പൊ UAE-കാരുണ്ട്, നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്, കോളേജുകാരുണ്ട്. ഞാൻ കോളേജിന്റെ റെപ്രസെന്റേറ്റീവായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് പോലും ഓവർ ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യരുത്. അവർക്ക് എന്ത് പറ്റുന്നു അത് മാത്രം ചെറുതാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ആ എമൗണ്ട് കളക്ട് ചെയ്യണമെന്നുണ്ട്. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ആരെയും കേൾക്കണ്ട. അസ്ലോ വെള്ള റിസിപ്റ്റ് വന്നിരിക്കുക എന്റെ പേരുകളെ അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ആ പൈസ കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഞാൻ ചിന്തിച്ചൊരു മാർഗം കണ്ടെത്തിയില്ല. കാരണം ആരെങ്കിലും ഒരാള്, 2 ആള്, 3 ആള് മാക്സിമം അവരെയാണ് നമുക്ക് കളക്ട് ചെയ്യാൻ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ആ 3 ആള് ആരാന്ന് നിങ്ങൾ തന്നെ തെരഞ്ഞെടുക്കണം. അവരെ പൈസ ഏൽപ്പിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. അത് ഇപ്പൊ ഞാൻ വിളിച്ചത് ഇപ്പൊ റിജാസ് പറഞ്ഞു, യൂസഫ് പറഞ്ഞു, ഞാൻ വിളിച്ച് ചോറിയണം. ഞാൻ വിളിച്ച് ചോറിയെന്ന് പറഞ്ഞാൽ ഇതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. സത്യമാണ്, വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഈ പരിപാടി നടത്തിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കുന്നതിനേക്കാളുപരി എനിക്ക് എന്റെ ജൂനിയേഴ്സിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സഫലമായി എന്നുള്ള എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചിലപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇന്നത്തെ എക്സൈറ്റ്മെന്റിലായിരുന്നു. ഇന്ന് ചിലപ്പോ ഇന്നത്തെ എക്സൈറ്റ്മെന്റിൽ ഞാൻ ഉറങ്ങി വരില്ല. പക്ഷെ ഈ പ്രോഗ്രാമിന് ഒരാള് വിളിച്ചപ്പോ പൈസ എന്തായി, പൈസ തരുന്നില്ലേ? അപ്പൊ റംഷീനെ എനിക്ക് ധൈര്യമായിട്ട് വിളിക്കാം. എക്സാമ്പിൾ പറയണം, റംഷ പൈസ എവിടെ, പൈസ തരുന്നില്ലേ, തരണ്ടേ? അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവരൊരു മനസ്സിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ആ ഒരു എമൗണ്ട് ഈ കൺസേൺ പേഴ്സണെ നമുക്ക് ഇന്ന് കണ്ടെത്തണം. നമ്മൾ കമ്മിറ്റി വേറെ എന്ത് കമ്മിറ്റി എപ്പോ വേണമെങ്കിലും കണ്ടെത്താം, ആരെ വേണമെങ്കിലും നമുക്ക് നിയമിക്കാം. പക്ഷെ ഈ ഒരു കമ്മിറ്റി, ഈ പൈസ ചോദിക്കേണ്ട ഒരു കമ്മിറ്റി നമുക്ക് കണ്ടെത്തണം. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അവർക്ക് പൈസ എത്തിക്കേണ്ട കാര്യം നമ്മളത് ഏറ്റെടുക്കണം. അത് ഒരാളുടെ നിർബന്ധത്തിനോ സമ്മതത്തിനോ വഴങ്ങി കൊടുക്കുന്നതാകരുത്. നമുക്ക് സ്വയം മനസ്സിൽ തോന്നി തട്ടി കൊടുക്കുന്നത് ഒരു തരത്തിലാവണം. ഒരു കമ്മിറ്റി നമുക്ക് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. യൂസഫ് എന്താണ്? ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാൻ പോകണം. ഇന്നത്തെ എമൗണ്ട് ഗെയ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഗെയ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കണതല്ല എല്ലാവർക്കും ഇഷ്ടമില്ലാന്ന് പറഞ്ഞത്, പൈസ കൊടുക്കേണ്ട കേസാണ്. ഗെയ്സ് നല്ലതാണ്, വളരെ ആക്റ്റീവാണ്. ഗെയ്സിനൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ഓരോരുത്തരെടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉദാഹരണം ഈ പേരാണ്. ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇത്രയും അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് മലയാളത്തിൽ ഉണ്ടാവില്ല. ഈ വാക്ക് സെലക്ട് ചെയ്ത ഗെയ്സിന് എത്ര നന്ദി പറഞ്ഞാലും കൊണ്ടുവരും. ഈ സ്ഥലം കണ്ടുപിടിച്ച സുഹേർക്ക് ഭയങ്കര ആക്റ്റീവാണ്. സക്കീർ, റഹ്മാൻ, റഹീം, റാഷി, ഷനാസ്, റിജാസ്, പിന്നെ ആരെങ്കിലും ആരെയും വിട്ടുപോയി എനിക്ക് അടിപൊളി. ഗെയ്സ്, സുഹേർ, സക്കീർ പറഞ്ഞു. ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നവര്. ഇനി ഞങ്ങളൊക്കെ മാറിയെന്നാലും ഇൻ കേസ് ഇവിടുന്ന് ചിലപ്പോൾ ഞാൻ മാറാം, യൂസഫ് മാറാം, റിയാസ് മാറാം, ഗെയ്സ് മാറാം. പക്ഷെ ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയി പോകണം. ഒരു 6 months ഒരിക്കലും, ഒരു 1 year-എങ്കിലും പെർ ഇയറെങ്കിലും ഒരു പ്രോഗ്രാമിലും കണ്ടെത്തണം. ഇത് നമ്മളെല്ലാവരും പരസ്പരം തിരിച്ചറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ഇപ്പോഴും ഇപ്പൊ പറഞ്ഞു കുറെ പേരെ മുഖങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ എല്ലാവരും മുഖം അറിയാം. കാരണം ഞാൻ അവിടെ പഠിപ്പിക്കാനുണ്ടായ കാരണമാണ്. ഇതേപോലെയല്ല
ഇവിടെ വരുന്ന ഓരോ ആൾക്കാരെയും നമ്മൾ സ്വയം പരിചയപ്പെടണം, പരസ്പരം നമ്മൾ അറിയണം. വഴിയൊക്കി കാണുമ്പോൾ കാണാത്ത പോലെ പോകുന്ന അവസ്ഥയാവരും. കാശിപ്പം ചോദിക്കുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ ഈ ഫംഗ്ഷന്റെ പൈസ ജോക്ക് അവിടെ കിടാൻ പൈസ വേണം. കൊറേ പ്രാവശ്യം പ്രതി ചെയ്ത് കാര്യമില്ല, ഇവര് കുത്തിരി പിടിക്കും. അപ്പൊ നിങ്ങള് ആ എമൗണ്ട് കേസിന് ഏൽപ്പിക്കുക, കണക്ക് കറക്റ്റ് കേസിന് ഏൽപ്പിക്കുക, കേസിലെ കണക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, റിലീവിനെ പറ്റി പറയുമ്പോ ഞാൻ മദറിൽ പഠിക്കുമ്പോ അവൻ ജൂനിയർ ആയിരുന്നുണ്ട്. മദറിലെ ആസ്ഥാന ചളി എന്ന് ഞങ്ങൾ പറയാം. കാരണം അവ എന്ത് പറഞ്ഞാലും ചളിയായിരിക്കും, ചളിയെ പറയും. പേര് ഒഴിച്ചു മദറിലെ സെക്കൻഡ് ബാച്ചാണ്, അതായത് 2004-2006. പിന്നെ ഒരു ഭാഗ്യം കിട്ടിയതുപോലെ ഇപ്പൊ ഈ സാഹചര്യം ഇപ്പൊ പൃഥ്വി പറഞ്ഞ ആൾക്കാർ കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ ഫസ്റ്റ് NSS അന്ന് എന്നോട് പൃഥ്വി പറഞ്ഞത് ഒരു ഓർമ്മ ഉണ്ട്. അതായത് 40 ജില്ലാന്ന് ആൾക്കാരുണ്ടെന്നുള്ളപ്പോ പലരും ഉണ്ടാകും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ പൃഥ്വി പറഞ്ഞത് ഇല്ലാത്തവർക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷെ ആ ക്യാമ്പ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ആ കിട്ടിയ ഒരാ സന്തോഷം മറ്റുള്ളവർക്ക് അത് ശരിക്കും മിസ്സായി. കാരണം ഞങ്ങൾ തന്നെ ക്യാമ്പിനെ കുറിച്ച് തന്നെ സംസാരം, അതുപോലെ ഈ ഒരു മീറ്റിംഗ് ഇത്രയും ആൾക്കാർ കുറഞ്ഞു നേരിച്ചിട്ട് ആരും നിരാശപ്പെടരുതെന്നാണ് എന്റെ ഒരു വാക്ക്. കാരണം ഇനിയും ഒരുപാട് പേര് ഖത്തറിലുണ്ട്. ഇനി പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടേ? തീർച്ചയായും നമുക്ക് ഒരു പിക്നിക്, അതായത് ഒരു പിക്നിക് അറേഞ്ച് ചെയ്താൽ കുറച്ചും കൂടിയും, അതായത് പിക്നിക് അറേഞ്ച് ചെയ്താൽ കുറച്ചും കൂടിയും ഇതായിരിക്കും. കാരണം ഞാൻ ICA ഉണ്ടായിരുന്നു, അപ്പൊ അലുമിനി കഴിഞ്ഞു. അപ്പൊ അതിന്റെ അവർ ഫസ്റ്റ് ചെയ്ത നല്ലൊരു പിക്നിക് അറേഞ്ച് ചെയ്തത് ഷമ്മാലിക്ക്, അത് പാർക്കിലേക്ക് അറേഞ്ച് ചെയ്തു. നല്ല ഒരുപാട് പേരുണ്ടായിരുന്നു. അതായത് കളിയും തമാശയും വടംവലി, ഓട്ട മത്സരം, ഒരുപാട്, അതായത് വളരെ രസകരമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ആൾക്കാരും വന്നു, അതുകൊണ്ട് ഒരുപാട് പേര് കിട്ടുകയും ചെയ്തു. പിന്നെ അതിനുശേഷം അവരൊരു ICC ഹാളില് ഒരു പരിപാടി എടുക്കുകയും ചെയ്തു. അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പക്ഷെ അത് ഒരുപാട് പേര് നമുക്ക് കിട്ടും. പിന്നെ എല്ലാവരും ഞാൻ എന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. സെപ്റ്റംബർ 7 കല്യാണമാണ്. അകലാട് റഹ്മത്ത് സാലിൽ വെച്ചിട്ട്, റഹ്മത്ത് സാല് അകലാട്. നിക്കാഹ് DMK വടക്കേക്കാട് വെച്ചിട്ട് 29 നാട്ടിൽ പോകും. അപ്പൊ എല്ലാരും കണ്ടതിൽ സന്തോഷം. കല്യാണം ക്ഷണിക്കുന്നു. വായിൽ വെള്ള ചോറ്. എന്റെ അറിവില് റെഗീബ് ചളികളില്ലാതെ പറഞ്ഞ ആദ്യത്തെ പ്രസംഗം. അടുത്തത് റൈസ് ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ഞാൻ എന്റെ പേരിൽ നന്ദി. പിന്നെ റിജാസ് റഹ്മാൻ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കോളേജിൽ രാഷ്ട്രീയത്തിന്റെ വേര് മുളപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചുവപ്പ് മത്സരം അദ്ദേഹം വരുന്നു ക്ലാസ്സിലേക്ക്. ഇലക്ഷന്റെ സമയത്തായിരുന്നാലും വളരെ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു കോളേജായിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഞാൻ ജനറൽ കാറ്റമസിൽ തോറ്റുപോയി. കേവലം 23 വോട്ട്, തുച്ഛമായി 23 വോട്ട്. ഇന്ന് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങും എല്ലാം പറഞ്ഞ ഒരുപാട് നല്ല ഓർമ്മകളായിരുന്നു. രാത്രികളിൽ നമ്മൾ റോട്ടിൽ എഴുതാനിരുന്നത് എഴുതി കഴിഞ്ഞ് അപ്പൊ തന്നെ മഴ പെയ്ത് പൊടിച്ചു പോയി. പിന്നെ പൃഥ്വിനെ കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങൾ കോളേജിൽ വെച്ചിരുന്ന ഹിറ്റ്ലർ എന്നാണ്. കാരണം 5-6 പെൺകുട്ടികളെ എപ്പോഴും ഉണ്ടാവും. പെങ്ങന്മാരെന്ന് കൊണ്ടാണ് എല്ലാവരും കൂടെ കൊണ്ടുനടക്കുക. ക്ലാസ്സിലായാലും ഇന്റർവെല്ലിലായാലും. ക്ലാസ്സിൽ അദ്ദേഹം മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ട്. പിന്നെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും എല്ലാവരും കൂടെ. പിന്നെ പിന്നെ എന്റെ ഒരു അഭിപ്രായം ഈ പരിപാടി